നമസ്കാരം. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. കേരളത്തിൽ അയ്യപ്പൻ ആരെ തുണക്കും? അയ്യപ്പൻ തന്നെ തുണ. ശബരിമല വിഷയം തങ്ങൾക്ക് അനുകൂലമായെന്ന് BJPയും UDFും. പിന്നോക്ക ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടുവാൻ ശബരിമല കാരണമായെന്ന് LDFും. ശബരിമല വിഷയത്തിൽ പ്രതീക്ഷ വെച്ച സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികൾ UDFും BJPയും ശബരിമല വിഷയത്തിൽ പ്രതീക്ഷ കാണുമ്പോൾ വർഗീയതയ്ക്കെതിരെയുള്ള ജനവികാരമായിരിക്കും ഇതെന്ന അഭിപ്രായത്തിലാണ് ഇടതുമുന്നണി ഉറച്ചു നിൽക്കുന്നത്. സംസ്ഥാനത്ത് ശക്തമായ പോളിംഗ് നടന്നത് അനുകൂലമാകുമെന്ന അവകാശവാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് എല്ലാ പാർട്ടികളും. പോളിംഗിൽ 5% വരെ വർധനയുണ്ടായിട്ടുണ്ട്. പ്രധാനമായിട്ടും ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടന്ന മണ്ഡലങ്ങളിലാണ് പോളിംഗ് വർദ്ധിച്ചിരിക്കുന്നത്. കേരളത്തിൽ കൃത്യമായ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നിരുന്ന കാലത്തും ഇടതുമുന്നണിയും UDFും നേർക്കുനേർ പോരടിച്ചിരുന്ന സമയത്തുമാണ് പോളിംഗ് ശതമാനം നിർണായകമായിരുന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായം. എന്നാൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെട്ടത് വർഗീയതയാണ്. മാത്രമല്ല BJPയുടെ സാന്നിധ്യം കൂടി വരുമ്പോൾ പോളിംഗ് ശതമാനം വർദ്ധിക്കുന്നത് വിധി നിർണയത്തിന് അടിസ്ഥാനമാക്കാനാവില്ലെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 77% പോളിംഗ് നടന്നപ്പോൾ ഇടതുമുന്നണിക്ക് 90-ലേറെ സീറ്റ് ലഭിച്ചത് അതിന്റെ സൂചനയാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. 2004 മുതൽ പോളിംഗ് ശതമാനം വർദ്ധിക്കുമ്പോൾ അത് ഇരു മുന്നണികൾക്കും നേട്ടവും കോട്ടവും ഉണ്ടാക്കിയിട്ടുണ്ട്. ശബരിമല വിഷയമാണ് പോളിംഗ് വർധനയ്ക്ക് കാരണമെന്ന ഉറച്ച നിലപാടിലാണ് BJP. പത്തനംതിട്ട മണ്ഡലത്തിൽ ഉൾപ്പെടെ പോളിംഗ് ശതമാനം വർദ്ധിച്ചത് ഇതിന്റെ സൂചനയാണെന്നാണ് അവർ പറയുന്നത്. 4 മുതൽ 6 വരെ സീറ്റുകൾ ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസം അവരും വെച്ച് പുലർത്തുന്നുണ്ട്. തിരുവനന്തപുരവും പത്തനംതിട്ടയും വിജയിച്ചിരിക്കുമെന്ന് അവർ ഉറപ്പിക്കുന്നുമുണ്ട്. ശബരിമലയിലെ നേട്ടത്തിന് അവകാശബോധവുമായി UDFും രംഗത്തുണ്ട്. അവർ അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. മോഡി പിണറായി ഭരണത്തിനെതിരായ വിലയിരുത്തൽ കൂടിയാകും ഇതെന്നാണ് അവർ പറയുന്നത്. 13 സീറ്റ് ഉറപ്പായി വിജയിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. മുസ്ലിം സ്ത്രീകളും മറ്റും വൻതോതിൽ വോട്ടിനെത്തിയത് ഗുണകരമാകുമെന്നും നഷ്ടപ്പെട്ടു പോയ ന്യൂനപക്ഷ പിന്തുണ തിരികെ ലഭിക്കുമെന്നും അവർ വിലയിരുത്തുന്നു. നല്ല രീതിയിലുള്ള വിജയം തങ്ങൾക്കുണ്ടാകുമെന്ന് ഇടതുമുന്നണിയും അവകാശപ്പെടുന്നുണ്ട്. ശബരിമല തെരഞ്ഞെടുപ്പിൽ വിഷയമായിരുന്നില്ലെന്ന ഇടതുമുന്നണിയുടെ നിലപാട്. അഥവാ അത് വിഷയമായിരുന്നെങ്കിൽ തന്നെ തങ്ങളെ അത് ബാധിച്ചിട്ടില്ലെന്നും അവർ പറയുന്നു. ശബരിമല വിഷയത്തിൽ പ്രതിഷേധമുള്ളത് NSSന് മാത്രമാണ്. പരമ്പരാഗതമായി അവരുടെ നല്ല വിഭാഗം വോട്ടുകൾ UDFിനാണ് പോകുന്നത്. ഇക്കുറി ശബരിമല വിഷയം ഉള്ളതുകൊണ്ട് തന്നെ അത് BJPക്കും UDFിനുമായി ഭിന്നിച്ചു പോയിട്ടുണ്ട്. ശബരിമല വിഷയത്തിലെ തങ്ങളുടെ നിലപാട് മൂലം പിന്നോക്ക വിഭാഗങ്ങളിലെ നല്ലൊരു ശതമാനം വോട്ട് തങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ട്. BJPക്കും മോഡിക്കുമെതിരെ സ്വീകരിച്ച നിലപാട് മൂലം ന്യൂനപക്ഷ വോട്ടുകൾ തങ്ങളിൽ ശക്തമായി ഉറച്ചിട്ടുണ്ടെന്നും അവർ അവകാശപ്പെടുന്നു. ന്യൂനപക്ഷ മേഖലകളിൽ ഉണ്ടായ ശക്തമായ പോളിംഗ് തങ്ങൾക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്നുവെന്നാണ് അവരും അവകാശപ്പെടുന്നത്. 13 സീറ്റ് വരെ ഉറപ്പായി ലഭിക്കുമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇപ്പോൾ വിലയിരുത്തിയിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, നാഷണൽ ന്യൂസ്. ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണ കളക്ഷനും വെള്ളിയാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി ഷർവ ഗോൾഡ് ആൻഡ് സിൽവർ, നിയർ ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ഫ്രം ദ ഹൗസ് ഓഫ് ദീപ ഗോൾഡ്. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകൾ കിട്ടാൻ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.